ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഈ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച പുതിയ ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒക്ടോബർ മാസം 27-ാം തീയതി. ഒക്ടോബർ 26-ാം തീയതി ഇന്നലെ നാം കഴിഞ്ഞ ഒരാഴ്ചക്കാലം പഠിച്ച വചനം ഇന്നലെ ആവർത്തിച്ചു. ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചു. ഇന്ന് പുതിയ വചനം പഠിക്കുകയാണ്. അത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനമാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം, The book of the prophet Isaiah, chapter 54, verse 10. അതിങ്ങനെയാണ് പറയുന്നത്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. വചനം ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പറഞ്ഞു തരുന്ന, ദൈവം എത്രമാത്രം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ, അതിൻ്റെ ആഴത്തിൽ തികഞ്ഞ നിറവിൽ പറയുന്ന ഒരു വചനമാണ്. എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ മകനെ, മകളെ, നിന്നോടുള്ള എൻ്റെ സ്നേഹം മാറ്റപ്പെടുകയില്ല. Though the mountains fall away and the hills be shaken, my love shall never fall away from you, nor my covenant of peace be shaken, says the Lord who has mercy on you. അത്ര സുന്ദരമായ ദൈവസ്നേഹത്തിൻ്റെ ആഴം പറഞ്ഞു തരുന്ന വചനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. മലകൾ അകന്നു പോയേക്കാം, though the mountains fall away and the hills be shaken, my love shall never fall away from you. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അചഞ്ചലമായ മാറ്റപ്പെടാത്ത സ്നേഹം നിന്നെ ഒരിക്കലും നമ്മെ ചുറ്റും മൂടി പുതയ്ക്കുന്ന, നന്നായി പൊതിഞ്ഞു പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അത് ഓരോ നിമിഷവും ഒന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഈ ദിവസം ആരംഭിക്കുന്ന സമയം മുതൽ നമ്മൾ കിടന്നുറങ്ങുന്നവരെ ദൈവസ്നേഹം എത്ര നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ദൈവസ്നേഹം എന്നെ എത്രമാത്രം പൊതിഞ്ഞു പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് പൊതിയപ്പെടട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നടക്കുന്ന വഴികൾ, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.